ഇങ്ങനെ രണ്ട് വെള്ളത്തിൽ കാല് വെച്ച് പോന്നെ? ഇങ്ങനെ പോയാ നിങ്ങൾ എവിടെ എത്തില്ല. നിങ്ങളെ കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവാനും പോകുന്നില്ല. ഭാര്യയായിട്ട് ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന് അമ്പലത്തിൽ അമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് അതേ ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ ചോദ്യം ചെയ്യാൻ പോവുക. ഞാൻ മനസ്സിൽ തൊട്ടുകൊണ്ടാ അങ്ങനെ ഒരു വാക്ക് അമ്മയ്ക്ക് കൊടുത്തെന്ന് അനു ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കിനി അതേക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ അനു ഒന്നും ഓർക്കണം, നീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ആരും എന്നെ അറിയിക്കാറില്ല, നീ പോലും. എല്ലാം അവസാന നിമിഷം മാത്രമാണ് ഞാൻ അറിയാറ്. അന്ന് ഭാനുമ്മ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറയാനുള്ള കാര്യം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോലും അങ്ങനെ ഒരു വാക്ക് ഞാൻ അമ്പലത്തിൽ വെച്ച് അമ്മയ്ക്ക് കൊടുക്കില്ലായിരുന്നു. എനിക്കതിലൊന്നും ഒരു വിഷമവും ഇല്ല. വീണ്ടും ഇന്ദ്രേട്ടൻ എനിക്ക് വേണ്ടി അമ്മയുടെ ശത്രുത സമ്പാദിക്കേണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇന്ദ്രേട്ടൻ അമ്മയെ വെറുപ്പിക്കുമ്പോ ആ വെറുപ്പിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാ. ഭാനുമ്മയോട് ഞാൻ പറഞ്ഞതാ ഇത്ര സ്നേഹവും സഹതാപവും എന്നോട് കാണിക്കരുതെന്ന്. എന്നിട്ടും നീ പറയുന്നത് ശരിയാണോ? അമ്മയോട് മത്സരിച്ച് ജയിക്കാൻ തൽക്കാലം നമുക്ക് ആർക്കും കഴിയില്ല. എന്നിട്ട് ഞാൻ പ്രതികരിക്കാൻ തയ്യാറായത് അമ്മയെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ. ഇനിയെങ്കിലും അമ്മ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. എന്നിട്ട് ആഗ്രഹിച്ചതുപോലെ തന്നെ അമ്മ രക്ഷപ്പെട്ടല്ലോ. അമ്മ തന്നെ ജയിക്കുകയും ചെയ്തു. നിങ്ങൾ ഉന്നയിക്കാൻ പോയ ചോദ്യത്തിന് മാത്രം ആരും ഉത്തരം തന്നില്ല. അതിനുത്തരം കിട്ടില്ല. ആ ചോദ്യം ഇനി നിങ്ങൾക്ക് ഉന്നയിക്കാനും പറ്റില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇതിങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കട്ടെ, അതാ എല്ലാവർക്കും നല്ലത്. ഇനിയെങ്കിലും അമ്മയുടെ മകനായി ജീവിച്ചുകൊണ്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അനു, ഞാൻ എന്താ വേണ്ടെന്ന് നീ പറ. അതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറാ. നിങ്ങള് അമ്മയെയും ആ വീട് ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്ന് ജീവിക്കണം. എന്ന് ഞാൻ പറയുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു വാക്ക് അനുപമയുടെ നാവിന്ന് ഒരിക്കലും വേടില്ല. കാരണം ആ വാക്ക് കേട്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന അന്ന് മുതലായിരിക്കും നിങ്ങൾ എന്നെ ശരിക്കും വെറുക്കാൻ പോകുന്നത്. ശരിയായിരിക്കും. നിന്റെ അനുഭവത്തിൽ നിന്ന് നീ മനസ്സിലാക്കിയ കാര്യം ഒരിക്കലും തെറ്റില്ല. പക്ഷേ ഒന്നുകിൽ എൻ്റെ അമ്മ എന്നെ വെറുത്ത് അവരായിട്ട് എന്നെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിക്കണം. അല്ലാതെ ഞാനായിട്ട് എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നു എനിക്ക് തോന്നുന്നില്ലനോ. എന്ത് ദ്രോഹം ചെയ്താലും എത്ര വെറുത്താലും അവസാനം അതെല്ലാം മറന്ന് എൻ്റെ മനസ്സ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തും. ഞാൻ അങ്ങനെ ആയിപ്പോയാലോ? അതൊരു വലിയ കുറ്റമൊന്നുമല്ല. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും അറ്റുപോവാൻ പാടില്ലാത്തത് തന്നെയാ. പക്ഷേ സ്വന്തമായൊരു കുടുംബവും ജീവിതമൊക്കെ ആവുമ്പോൾ പലർക്കും അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ദ്രേട്ടൻ കല്യാണം കഴിച്ചിട്ടും ഒരു മകൻ ജനിച്ചിട്ട് പോലും സ്വന്തം അമ്മയായിട്ടുള്ള ബന്ധത്തിന്റെ കെട്ടുറപ്പ് കൂടെ ചെയ്തിട്ടുള്ളൂ. ചിലപ്പോഴൊക്കെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ പരാജയമാണതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാ അമ്മയും മകനും ഇപ്പോഴും അകലാതിരിക്കുന്നത് എന്റെ മനസ്സിന്റെ പുണ്യമായിട്ടും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പുണ്യം തന്നെയാണോ? നീ ആയതുകൊണ്ട് മാത്രമാ ഇത്രയും കാലം എൻ്റെ ഭാര്യയായിട്ട് കൂടെ നിന്നതും